നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കൂടോത്ര വിവാദത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിക്കുകയാണ്. താൻ ഈ നാട്ടുകാരനെയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 2 ACPമാരെയാണ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ ഈ അന്വേഷണം ഏൽപ്പിച്ചത്. അത് മ്യൂസിയം പോലീസിന് കൈമാറിയിരിക്കുന്നു എന്നാണ് വിവരം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യം പോലീസിന് കണ്ടെത്താനാകുമായിരിക്കാം. എങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ മൗനം തുടരുന്നത് എന്തുകൊണ്ടാകണം എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരാണ് നമുക്കൊപ്പം ചേരുന്ന ആദ്യ പ്രേക്ഷകൻ. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇതെന്തൊരു രാഷ്ട്രീയ നീക്കമായിരിക്കണം കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പ്രതികരിക്കേണ്ട എന്ന നിലപാട് അത് ശരിയായ നിലപാടാണോ, അത് രാഷ്ട്രീയപരമായവർക്ക് ഗുണം ചെയ്യും എന്നാണോ കണക്കാക്കേണ്ടത്? പകൽ പോലെ സത്യമാണ് സാർ. അവരുടെ ഈ വിഷയത്തിൽ അവരുടെ മുൻകാലങ്ങളിലൊക്കെ ഉള്ള അവരുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. കാരണം അവരെല്ലാം ഗിമ്മിക്കുകളിലും വിശ്വാസങ്ങളിലും അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. കാരണം 5 വർഷം ഇടതുപക്ഷം അധ്വാനിക്കും. അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് വെച്ച് അവർ ഈ തൊട്ടടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരും. പണ്ടും അങ്ങനെയാണ്. അവർ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടി അവന് വേണ്ടി കൂടോത്രം ചെയ്യും, അതിനുവേണ്ടി മുട്ടയ്ക്കകത്ത് ആവാഹിക്കും. ഇതൊക്കെ കോൺഗ്രസിന്റെ പാരമ്പര്യ സാറ. ഇപ്പൊ തന്നെ കേരളത്തിൽ എടുത്ത് നോക്ക്, മുഴുവൻ തൂത്തുവാരി എന്നും പറഞ്ഞ് വീം പഠിക്കുന്നത്. എന്തെങ്കിലും നയാ പൈസയുടെ കാര്യം ചെയ്തിട്ടാണോ ഈ UDF ജയിച്ചത്? കൂടോത്രം ഈ വിഡ്ഢികളുടെ സ്വർഗത്തിലാണല്ലോ അവര് പണ്ടുതൊട്ടേ അങ്ങനെ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. കൂടാത്രങ്ങളും തൻപ്രമാണത്വവും സ്വന്തം കാര്യവും വെള്ളയിട്ട് നേരം വെളുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഭരണം വഴി കാത്തിരിക്കുക, തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിക്കാൻ എല്ലാം നേരം. നമ്മൾ അത്രയും ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ അത്രയും നമ്മൾ കോൺഗ്രസിനെ അധിക്ഷേപിക്കണോ? കെ കരുണാകരനെ നമുക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് എത്രയായിരം ആളുകൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ഓർത്തു വന്നു. കെ കരുണാകരൻ്റെ സേവന അല്ലെങ്കിൽ നേട്ടങ്ങൾ നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് തൊട്ട് എന്തുമാത്രം വികസന പദ്ധതികൾ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ അവരെ ഒന്നും ചെയ്യാത്തവർ എന്ന് അധിക്ഷേപിക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ട് സാർ. ഞാൻ കെ കരുണാകരന്റെ കാര്യം പറഞ്ഞല്ലോ, അവരെ എന്താണ് ചെയ്തത്? കൂടോത്രത്തിന്റെ മറ്റു രീതിയായിരുന്നല്ലോ. എന്തെല്ലാം ഇപ്പൊ ആ കേസൊക്കെ വെറുതെ ആണെന്ന് തെളിഞ്ഞില്ല. അന്ന് ഫൗസിയ ഹസൻ, മറിയം റഷീദ, എന്തൊക്കെ ചാരപ്രവൃത്തി ഈ കോൺഗ്രസ്സുകാരല്ലേ അതും ചെയ്തത്. അവര് കൂടോത്രമല്ല, ഇതിന്റെ അപ്പുറം ചെയ്യുമെന്ന് ഇപ്പൊ ഞാൻ കരുണാകരനെ ഓർപ്പിച്ചതുകൊണ്ടാണ് സാറായിട്ടത് ഓർപ്പിച്ചതാണ്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹനൻ എന്നൊരു പ്രേക്ഷകൻ മാവേലിക്കരയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ മോഹനൻ, നമസ്കാരം സാർ. നമസ്കാരം. അങ്ങ് എന്ത് ചെയ്യുന്നു ശ്രീ മോഹനൻ? ഞാനിവിടെ ഇപ്പൊ റെസ്റ്റ് ആണ്. ശരി. പിന്നെ ഞാൻ നേരത്തെയൊക്കെ വിളിച്ചിരുന്നു. ഓർമ്മയുണ്ട് എനിക്ക്. ഒരു 50 പ്രാവശ്യം 60 പ്രാവശ്യം വിളിച്ചാലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് നിർത്തും. അയ്യോ, അത് ഞാനതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ ഒരുപാട് പേർ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഫോൺ ഒറ്റ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും അങ്ങ് തുടരെ ശ്രമിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നു ശ്രീ മോഹൻ. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ടും ഒന്നാമത് ഈ നമ്മുടെ വിഷയം നമുക്കുമായിട്ട് ഇതാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ വിളിച്ച അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം. അതെ. ഈ കൂടോത്രത്തെ സംബന്ധിച്ച് ശ്രീ മോഹൻ എന്താ അറിയാം? കൂടുതൽ എന്തെങ്കിലും അറിയാമോ? എനിക്ക് കൂടോത്രത്തെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവരുടെ സ്വഭാവം പൊതുവിൽ പറഞ്ഞാൽ കള്ളം കപ്പലിൽ തന്നെ. അതുകൊണ്ടാണ് അവരെ പലരും മിണ്ടാതിരിക്കുന്നതും പിന്നെ മൗനം വിദ്വാന് ഭൂഷണമെന്ന് വെക്കുന്നതും. പക്ഷെ അധികം താമസിയാതെ നിങ്ങളെ പോലുള്ളവർ ആഞ്ഞു ശ്രമിച്ചാൽ കുറച്ച് പുറത്തു വരും. പക്ഷെ പുറത്തു വരുമ്പോൾ ഇപ്പോഴുള്ള ആ താൽക്കാലിക പിന്നെ അവരുടെ പിന്നെ ഒരൈക്യം തന്നെ ചിലപ്പം അങ്ങ് ഇല്ലാതാവുകയും ചിലപ്പോ ഇപ്പോഴത്തെ മുഖ്യന് ഒരവസരം കൂടെ കിട്ടുകയും ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കൂടോത്രം ചെയ്ത മന്ത്രവാദി ആരെന്ന കാര്യം അധികം വൈകാതെ കേരളം അറിയുമെന്ന് നമുക്കും പ്രത്യേകിക്കാം. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ ചെയ്തത് കൊണ്ടാണ് ഈ മൗനം എന്ന് പറയുന്നവരുണ്ട്. അതേസമയം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസക്തമായ കാര്യമല്ല, അതുകൊണ്ട് മൗനം എന്ന് പറയുന്നവരുണ്ട്. ശ്രീ ശശിധരൻ ആർക്കൊപ്പം?
അകത്തിരുന്ന്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആ, കേൾക്കാം, പറയൂ, എന്തുണ്ട് വിശേഷം? നമ്മുടെ ഇന്നത്തെ വിഷയം കൂടോത്രം അല്ലേ? അതെ അതെ അതെ. കൂടോത്രം. അതെ, പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങളിപ്പം ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളായിരിക്കുക. കാരണം ഇന്നിപ്പോ സാധാരണ ജനം, എന്നെ പോലെ വയോധികരായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ രക്ഷയില്ല. നമുക്ക് പിന്നെ 100 രൂപയുടെ മത്തി മേടിച്ച് 100 രൂപയുടെ അൻസാരിയും കൂടെ ചേർത്ത് 200 രൂപ വേണം ഒരു മത്തിക്കറി കൂട്ടണമെങ്കിൽ. പച്ചക്കറിക്ക് ഒരു 150 രൂപ മുടക്കി ഒരു ചെറിയ കറി വയ്ക്കാം. ഇങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ ഉള്ളപ്പം ഇതുപോലെ നിഷ്ക്രിയമായ ഒരു പ്രതിപക്ഷം ഇവരിപ്പോ കൂടോത്രം മന്ത്രവാദവും കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഗതികേടെന്നല്ലാണ്ട് എന്ത് പറയാനാ? ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ നല്ല കാലമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ നല്ലൊരു സുവർണാവസരം ഇല്ല ഈ സർക്കാർ. ഇവരുടെ വിചാരം എന്താ? 19 സീറ്റ് കിട്ടിയത് ഇവരുടെ ഏതാണ്ട് ഒരു മഹത്വം കൊണ്ടാണെന്നോ ജനങ്ങൾ രണ്ടുപേരുള്ള പ്രേമം കൊണ്ടാണെന്നോ അല്ല, പൊറുതി മുട്ടിയിട്ടാണ് ഇവർക്ക് 19 സീറ്റ്, അവരുടെ സീറ്റ് കൊടുത്തത്. അപ്പൊ അവരുടെ വിചാരം, അപ്പൊ അവർ ഇതിന്റെ ഇവരൊരു കാലത്ത് നന്നാകാൻ പോണില്ല. വ്യക്തമാണ്. ശ്രീ ശശിധരൻ ദാസൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, ഒരു വ്യക്തമായ ഒരു പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ശ്രീ ദാസൻ കരുതുന്നുണ്ടോ? ഇത് നാണക്കേടാണപ്പാ. ഇതിന് ഒരു അഭിപ്രായം പറയാൻ നേതൃത്വത്തിന് കഴിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താന് മാത്രം ഈ വിവരം കിട്ടുന്നത്? ഒരിക്കൽ നമ്മള് സുധീറിന്റെ വീട്ടില് കൂടോത്രം ഉണ്ടെന്ന് ഈ പുള്ളി പറഞ്ഞായിരുന്നു പോയിട്ട്. മാണിയുടെ വീട്ടില് പണ്ട് വാർക്കോയെ ബന്ധപ്പെട്ടിട്ട് അവിടെയും പോയായിരുന്നു പുള്ളി കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മളെ പിന്നെ ഇയാളെ പറഞ്ഞ ബാലകൃഷ്ണൻ പെരിയ അയാളുടെ വീട്ടിലും പോയി പറഞ്ഞായിരുന്നു. ഇത് ആക്കൊന്ന് ഇവർക്കൊക്കെ എന്തെന്ന് പറ്റി ഈ കാലഘട്ടത്തിലൊക്കെ. എന്നാൽ നമ്മുടെ നാട്ടില് ഈ കൂടോത്രത്തെ വിശ്വസിക്കാൻ അനവധി ആൾക്കാർ ഇപ്പൊ ഉണ്ട്. അത് യാഥാർത്ഥ്യ. കാര്യം ഇന്നും നമ്മുടെ നാട്ടിലെ കൂടോത്രം ചെയ്യുന്ന ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ പറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇതിന് പ്രതിക്രിയ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്റെ അറിവിൽ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലോകം ഇപ്പൊ കമ്പിത്തൂണ് വരെ കത്താൻ തുടങ്ങി. ഏതാ കാലം ഇത്? 2024 അബിൻ വർക്കിയുടെ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടി പറയുന്ന വാക്കൊന്നും കേൾക്കട്ടെ ഈ കോൺഗ്രസ് നേതൃത്വം. എന്ന് നാണക്കടായത്. അയ്യോ കഷ്ടം, ആ കഷ്ടമാനോ, ഒന്നും പറയാനില്ല. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ശ്രീദാസൻ വിളിച്ചതിന് വളരെ നന്ദി. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണനെ ഞാനുമായി ഇത് മുമ്പ് സംസാരിച്ചതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ അന്ന് എന്നോട് പറഞ്ഞത് ഈ കൂടോത്രക്കാർ അവിടെ ഉണ്ട് എന്നാണ് അല്ലേ? പോത്തങ്കോടിന് സമീപത്ത് അല്ലേ? സത്യം. ഞാൻ വെറുതെ പറഞ്ഞല്ല സാറേ, അത് നിങ്ങളൊന്നും വിശ്വസിക്കില്ല. അതുകൊണ്ട് പിന്നെ അതിന് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതെ, ആയിക്കോട്ടെ. അല്ല, അത് എനിക്കിട്ട് പണിഞ്ഞതല്ല, അത് എന്റെ വീട്ടിലുള്ള വേറൊരാളിന് വേണ്ടി ചെയ്തത്. പക്ഷെ ഞാനത് ഉറുമ്പരിക്കുന്നത് കണ്ടോണ്ട് ചെന്ന് തോണ്ടി. ഞാൻ പിന്നെ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കോൾ വന്നപ്പോ പെട്ടെന്ന് എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. എന്താന്ന് വെച്ചാൽ തമാശക്കാണെങ്കിലും ഒരു കൂടോത്രത്തിന്റെ കാര്യം നില പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്കാണ്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ കസേരയുടെ അടിയില്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പല കിട്ടും. അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. കുറെ പിന്നെ ആൾദൈവങ്ങളും മറ്റും ഇഷ്ടം പോലെയുള്ള ഒരു ഏരിയയാണ് ഞങ്ങളെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോത്തങ്കോട് പോലും. ഇതിൽ എന്തെങ്കിലും ഒരു നിയമ നടപടി കൊണ്ടുവന്ന് ഇവരെ തടയാൻ കഴിയുമോ? ഇതിന് നിയമനടപടിയില്ല, കേസെടുക്കാൻ പറ്റില്ല എന്ന് പണ്ട് നമ്മളെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ധൈര്യം അത് കേട്ടോണ്ടായിരിക്കും അവരൊക്കെ ഇത് ചെയ്യുന്നത്. ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കേസെടുക്കാൻ നിയമമല്ലടാ എന്ന് പറയുന്നത് കേട്ടോണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആ ഒരു ധൈര്യം. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള നിയമ നടപടി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നാണം കെട്ട ഒരു പരിപാടിയാണത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പൊതുവെ വളരെ ഈശ്വര വിശ്വാസികളാണ്. ഏത് ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവര് വളരെ വളരെ ഈശ്വര വിശ്വാസികളാണ്. കരുണാകരൻ സാർ മുതൽ ഇങ്ങോട്ട് ആരെ നോക്കിയാലും. പക്ഷേ ഈ ദുർമന്ത്രവാദത്തിന്റെ പുറകെ പോകുന്നതൊക്കെ വെറും തരംതാണ. ഇപ്പോഴത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഇത് നാണക്കേടിന്റെ അങ്ങേയറ്റമാണ്. ഇവര് ഈ പ്രായം ചെന്നവര് ഈ ഉണ്ണിത്താൻ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് ഇവിടെ തന്നെ കുഴിയെന്ന് പിന്നെ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ കൊണ്ട് കഴിയുന്നത്? അങ്ങേര് വല്ല ദുർമന്ത്രവാദി പോലെയാണോ സാറേ? അല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മന്ത്രവാദി ഉണ്ട്. ആ മന്ത്രവാദിയുടെ കയ്യിലൊരു ശാസ്ത്രീയ ഉപകരണമുണ്ട്. ആ ഉപകരണം വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. കപ്പലിൽ തന്നെ കള്ളൻ കപ്പലിൽ തന്നെ. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, കറക്റ്റ്. ദുബായിൽ നിന്ന് ശ്രീ അബ്ദുറഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ, കുറെ കാലമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ അബ്ദുറഹ്മാന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ചായെന്ന് തോന്നുന്നു അല്ലേ? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. യെസ്, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, കേൾക്കാമോ ശ്രീ അബ്ദുറഹ്മാൻ? ഹലോ. എന്തോ ശ്രീ അബ്ദുറഹ്മാൻ കുറെ കാലത്തിന് ശേഷം വിളിച്ചാണ്. പക്ഷെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
ചെറുപുഴ നമ്മൾ നേരത്തെ ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സംസാരിച്ചിരുന്നു അതെ അതെ ഇലക്ഷന് മുമ്പ്. അതെ അതെ. പിന്നെ കുറെ കാലത്തേക്ക് ശ്രീ ഉണ്ണികൃഷ്ണനെ കണ്ടില്ലല്ലോ. അല്ല, വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, അതേ ഉള്ളൂ. കിട്ടുന്നില്ല. അത് എല്ലാവരും ഒരു പരാതിയായി തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തേണ്ടിയിരിക്കും. അല്ല, ഒരുപാട് ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഉണ്ടാവുന്ന പ്രയാസമാണ്. അതുകൊണ്ടാണ്. ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ കണ്ണൂരിലാണ് ഇപ്പൊ ഈ ആദ്യം ഈ ഇത് കണ്ടെത്തിയത്, നടാലിലെ വീട്ടിൽ. അവിടെ ഈ പക്ഷെ എന്റെ അറിവിൽ അവിടെ അത്ര മന്ത്രവാദികളൊന്നും ഇല്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ത് തോന്നുന്നു, അവിടെ ധാരാളം മന്ത്രവാദികൾ ഉണ്ടോ ഈ കണ്ണൂർ? ഇല്ല ഇല്ല, ഇത് ഈ ഒറ്റപ്പെട്ട ജനങ്ങൾക്കിടയിലുള്ള ഒരു അന്ധവിശ്വാസമാണ്. നമ്മൾ ഓർത്ത് വിദ്യാസമ്പന്നരും ഒന്നും അല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നാ ഓർത്തെ. പക്ഷെ ഇത് ഒരു പാർട്ടികളിൽ തന്നെ ഇങ്ങനെ ജനപ്രതിനിധികളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് ശരിയാണെന്നൊരു തോന്നൽ വരുത്താൻ ഇടയാക്കും. ഇത് അന്ധവിശ്വാസമാണ്, ഇതൊരു മാനസിക രോഗമാണ്. ഇതൊരു മാനസിക രോഗം തന്നെയാണ്. ഒരു മാനസിക രോഗമാണെന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. വളരെ വ്യക്തമാണ്. ഷിനോയ് വർക്കലയിൽ നിന്ന് വിളിക്കുന്നു. ഷിനോയും പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കാലമായി എന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ. ഞങ്ങളെ മറന്നതുകൊണ്ടാണോ അതോ മറ്റ് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണോ? അല്ല, കിട്ടാത്തതാണ്. സന്തോഷം. ഏതായാലും വീണ്ടും കിട്ടാതിരുന്നാലും ശ്രമിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ശ്രീ ഷിനോയ് എന്ത് കരുതുന്നു? കോൺഗ്രസ് നേതൃത്വം ഇതിലൊരു പ്രതികരണവുമായി വരുമോ, അതോ ഇത് അങ്ങനെ ഒഴിവാക്കി കളയാം എന്ന അവരുടെ നിലപാടാണോ ശരി? പ്രതികരണമായിട്ട് വരൂല സാറേ. ഇത് വളരെ നാണംകെട്ട തരം താഴ്ന്ന ഒരു പരിപാടിയല്ലേ. ഈ ദുർമന്ത്രവാദത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതില് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഇതിന്റെ പിന്നിൽ വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ സഹതാപം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ തിരുവനന്തപുരത്ത് ഈ അടുത്ത സമയത്ത് ലൂസിഫറായിട്ട് ബന്ധപ്പെട്ട് മരണങ്ങളൊക്കെ നടന്നില്ലേ, ഒരു പെണ്ണും ഒരു ഡോക്ടറൊക്കെ. അതൊക്കെ വളരെ എന്താ പറയാ, വളരെ ദയനീയം. വേറെ വാക്കൊന്നും പറയാനില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശശി മേനോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് പൂനെയിൽ നിന്ന്. ശ്രീ ശശി മേനോൻ, വളരെ സന്തോഷം പൂനെയിൽ നമ്മുടെ പൊതുവേദി കാണുന്നു എന്നതിൽ. അവിടുത്തെ ഈ മലയാളികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ, ഈ കൂടോത്രം രാഷ്ട്രീയ രംഗത്തുണ്ട് എന്നതൊക്കെ? അല്ല, എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളൂ. എന്നോട് ചോദിച്ചോളൂ. ടി വി ശ്രദ്ധിക്കുന്നതിലാണ് ഈ പ്രശ്നം വരുന്നത്. യെസ്, അദ്ദേഹത്തിനുമായി ടെലിഫോണിൽ എന്തോ പ്രശ്നം വന്നിരിക്കുന്നു. ശ്രീ ബാബു കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാബു കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ ബാബു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ അഴീക്കോടാണ്. ഈ ശ്രീ ബാബു, ഈ കൂടോത്രക്കാർക്ക് സാധാരണഗതിയിൽ എൻ്റെ ഒരു അറിവിൽ കണ്ണൂരിൽ അത്രയൊരു അംഗീകാരം കിട്ടാത്തതാണ്. പിന്നെ എങ്ങനെ ഈ കൂടോത്രക്കാർ അവിടെ ചെന്ന് ഈ സുധാകരൻ്റെ വീട്ടിലൊക്കെ ചെന്ന് ഇത് കുഴിച്ചിടാനൊക്കെ കഴിഞ്ഞു അവർക്ക്? അനിയൻകുട്ടൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാബുവിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ അനിയൻകുട്ടന് എന്തു പറയാനുണ്ട്? കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ഒഴിയാബാധയായോ ഈ കൂടോത്രം? ചാത്തുക്കുട്ടി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചാത്തുക്കുട്ടിക്ക് എന്തു പറയാനുണ്ട്? നമസ്കാരം. ഹലോ. നമസ്കാരം. കേൾക്കില്ലേ? കേൾക്കാം. പറയട്ടെ. പറയൂ. അല്ല, ഇന്നത്തെ നമ്മളെ വിഷയം കൂടോത്രാണല്ലോ. അതെ. അല്ല, ഞാൻ പറയാണ്, ഈ മുഖ്യധാര ചാനലുകളായിട്ടുള്ള നിങ്ങളൊക്കെ ഈ വിലപ്പെട്ട സമയം ഈ ജാതി കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന വലിയ സങ്കടം കിട്ടും. അല്ല, ഞാൻ ശ്രീ ചാത്തുക്കുട്ടിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു മനുഷ്യനെ കൊന്നു തിന്നു എന്നൊരു വാർത്ത പുറത്തു വന്നല്ലോ, മന്ത്രവാദം, നരബലി എന്നൊരു വാർത്ത പുറത്തു വന്നല്ലോ മാധ്യമങ്ങളിലൂടെ, അങ്ങ് കണ്ടു കാണുമല്ലോ. അങ്ങനെ ഒരു വാർത്ത വളരെ അന്ധവിശ്വാസമുള്ളതാണ് എന്ന് കരുതി അത് പുറത്തു വിടാതിരിക്കണോ, അത് അങ്ങനെ നടക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കണോ? ശ്രീ ചാത്തുക്കുട്ടി എന്ത് കരുതുന്നു? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നതിന് ഈ രാജ്യത്ത് എന്തെല്ലാം വിഷയം, രാജ്യത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നും മനുഷ്യർ നമ്മളെ നയിക്കുന്ന നേതാക്കൾ. ഞാൻ പറയുന്നതാണ് വിലപ്പെട്ട സമയം. ഞങ്ങളുടെ വിലപ്പെട്ട സമയം വിലപ്പെട്ട കാര്യത്തിലാണ് ചിലവഴിക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒരു വലിയ നമ്മൾ ചന്ദ്രനിലേക്ക് കുതിക്കുന്ന ഒരു വലിയ രാജ്യമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ നമ്മളെ നയിക്കേണ്ട നേതാക്കൾ കൂടോത്രവുമായി നടക്കുകയാണെന്നുള്ള കാര്യം ഈ ജനങ്ങൾ അറിയണ്ടേ?
അറിയണ്ടേ? എന്നാലും ഞാൻ പറയുന്നത് ഇതൊക്കെ എന്നാലും വേണ്ടെന്നാണ്. ഒരു വലിയ കാര്യമാക്കിയിട്ട് ഇവരെ പിന്നാലെ ഇതിനെ ഇതാക്കി കിടക്കുക. അല്ല, വലിയ കാര്യമാക്കുകയല്ലേ. ഇപ്പൊ ഒരു മനുഷ്യനെ കൊന്ന് നരബലി നടത്തിയിരിക്കുകയാണ്. വലിയ കാര്യമല്ലേ ഇത്? ഈ ഏത് നൂറ്റാണ്ടിലാണ് നടക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ പറയണ്ടേ? ജനങ്ങൾക്കിടയിൽ ഈ അന്ധവിശ്വാസം ഉള്ളതിനെ തടയണ്ടേ? ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി അത് കാണുന്ന പ്രേക്ഷകരെ ശരിയുടെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ മന്ത്രവാദം അതുപോലെ എന്നേ ഈ സമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ള അനാചാരങ്ങളെ വീണ്ടും മുറുകെ പിടിക്കുമ്പോൾ അവിടെ മാധ്യമങ്ങൾ ഇടപെടുകയല്ലേ വേണ്ടത്? ശ്രീ ചാത്തുക്കുട്ടി, എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് വണ്ടൂരിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് എന്ന്. അഭിപ്രായം വന്നത് ഇത് തന്നെ കാര്യം. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്ട് ഈ ചാനലിൽ കൂടെ തന്നെ മുഖ്യധാര ചാനലായിട്ട് ഞങ്ങളെ ചാനൽ പോലുള്ള ചാനലുകളിൽ ഇഷ്ടം പോലെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാണ്ട്. ആ സമയത്ത് അന്ധവിശ്വാസം നമ്മുടെ രാജ്യത്ത് വരുന്നു ചർച്ച ചെയ്യേണ്ട എന്നാണോ പറയേണ്ടത്? അന്ധവിശ്വാസം നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം വിദ്യാസമ്പന്നരുള്ള പ്രൊഫഷണലുകളുള്ള നാട് എന്ന് വിളിക്കുന്ന കേരളത്തിൽ അന്ധവിശ്വാസം ഉള്ളവരാണ് ഈ നാടിനെ നയിക്കുന്ന രാഷ്ട്രീയക്കാരിൽ വലിയ വിഭാഗം എന്ന് പറയാതിരിക്കണമെന്നാണോ ശ്രീ ചാത്തുക്കുട്ടി പറയുന്നത്? പറയാതിരിക്കാന്നല്ല, ഞാൻ പറഞ്ഞല്ലേ ഈ വിഷയത്തില് ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ഇവരെ ഈ പേക്കൂത്തിന് നിങ്ങളടക്കം കൂട്ടുപിടിക്കാന്നുള്ളതാണ് ഞാൻ കൂട്ടുപിടിക്കുന്നു. ഞങ്ങൾ കൂട്ടുപിടിക്കില്ല, ഞങ്ങൾ അതിനെ നിശ്ചിതമായി എതിർക്കുകയാണ്, ശക്തമായി അപലപിക്കുകയാണ്. അത്തരം വിശ്വാസങ്ങൾ ഉള്ളവരല്ല ഈ രാജ്യം നയിക്കേണ്ടത് എന്ന കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അല്ലാതെ എല്ലാവരും കൂടോത്രം നടത്തൂ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇതാണ് രാജ്യത്തെ നയിക്കേണ്ട ജനങ്ങളെ നയിക്കേണ്ട ആളുകളുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും എന്നത് തുറന്നു കാണിക്കുകയാണ്. നല്ലൊരു നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് രാജ്യം വികസനത്തിലേക്ക് നീങ്ങുന്നത്, രാജ്യത്തെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉണ്ടാകുന്നത്. അല്ലാതെ കൂടോത്രത്തിലും മന്ത്രവാദത്തിലും വിശ്വസിക്കുന്നവർ ഈ നാടിനെ നയിച്ചാൽ പിന്നെ ഈ നാട് എങ്ങോട്ട് പോകും? നമ്മൾ എവിടെ നിന്ന് തിരിച്ചു നടക്കണം? നവോത്ഥാനത്തിലൂടെ ഈ നാടിനെ മുന്നോട്ട് നയിച്ച സാംസ്കാരിക നായകന്മാർ കൊണ്ടെത്തിച്ചവിടെ നിന്ന് എത്ര ദൂരം പുറകോട്ട് വന്നു, അവിടെ നിന്ന് ഇനി എത്ര ദൂരം മുന്നോട്ട് പോകണം ഇതൊക്കെ കാണാൻ. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യാതിരിക്കുന്നത്, ഇത് ചർച്ച ചെയ്യുകയും ഇത് വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരികയും വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി, അങ്ങ് അവിടെ നിന്ന് വിളിക്കുക, അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം പറയാം, ഞാനതിന് വിയോജിക്കുന്നില്ല. വളരെ നന്ദി, തുടർന്നും വിളിക്കണം എന്ന അഭിപ്രായമുണ്ട്. ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദീപു, കുറെ കാലമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? തിരക്ക് കാരണമായിരിക്കും. അല്ല, കിട്ടുന്നില്ല, പിന്നെ കുറച്ച് സ്വകാര്യമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ. അതായത് നോക്കൂ, ഇത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത് ശരിക്കും വിഡ്ഢികളുടെ സ്വർഗത്താണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത് അത്രയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വിഷയമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് നടത്തുന്ന ആൾ ചെയ്തു എന്നുള്ളതല്ല, ഇത് ചെയ്തതാരാണ്? ഈ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ നാട് ജനങ്ങൾ തെരഞ്ഞെടുത്ത 2 MP ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ടാണ്. ആ MP ഈ കേരളം ഭരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടത്? മാത്രമല്ല, അവർ പാർലമെന്റിൽ ചെന്ന് രാജ്യത്തിന്റെ പൊതുകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ അവിടെ പിന്നെ സൈഡിലെല്ലാം ഈ കൂടോത്രം വെച്ചാൽ മതിയല്ലോ. ഈ ഉണ്ണിത്താനൊക്കെ ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? തോക്കിന് പകരം കൂടോത്രം കൊണ്ട് എല്ലാവരും അവിടെ ഇറങ്ങേണ്ടി വരുമായിരുന്നു. ഇത്രയധികം വിഡ്ഢികളായിട്ടുള്ള ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കിടക്കുന്ന ഇവരെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. കേരളത്തിന്റെ എന്തെങ്കിലും ആവശ്യം ഇവർ സംസാരിക്കുന്നുണ്ടോ? കൂടോത്രം വെച്ച് കളിയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആവുന്ന കാര്യം എന്താണ്? ഇവര് നടത്തിയിട്ടുള്ള 2021 കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ്? ആചാര സംരക്ഷണ നിയമമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്നത് പിന്നെ ശശി തരൂർ അടക്കം ഈ പറയുന്ന ശശി തരൂരാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്, അതിന്റെ പ്രിപ്പയർ ചെയ്ത ആളെന്നാണ് പറയുന്നത്. ഇയാളുടെ ആണ് ആചാര ലംഘന നിയമം. എന്നിട്ട് സതീശൻ അടക്കം, എന്തിനേറെ CP ജോൺ അടക്കം, അതായത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന പ്രേമേന്ദ്രൻ അടക്കം കൈകൊടുത്ത് വെച്ച ആചാര സംരക്ഷണ നിയമം, ആ നിയമത്തിൽ അങ്ങനെ ഒരു സാധനം കൂടെ കൊണ്ടുവന്ന് ഇവരാണ് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? ഞാൻ ഈ നാട്ടുകാരനെ അല്ല, പിന്നെ ഏത് നാട്ടുകാരനാണ് ഇങ്ങേര്? ഏത് നാട്ടുകാരനാണ്? സ്വന്തം പാർട്ടിയില് ഇത്തരം വൃത്തികേടുകൾ നടക്കുമ്പോൾ അതിന് ഒപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളെന്ന് പറയാനുള്ള ആർജവമില്ലാത്ത പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ജനങ്ങളോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ജനങ്ങൾ ചോദിക്കണം. നിങ്ങൾ മാധ്യമങ്ങളിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ നിങ്ങൾ പറയേണ്ട, ഇതെല്ലാം പറയാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയല്ലേ?
ഈ പറയുന്ന ആചാര സംരക്ഷണ നിയമമൊന്നും രാജ്യത്തെ പ്രതിലോമകരമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള ഈ ഉണ്ണിത്താനല്ലേ പിന്നെ നമ്മൾ ഈ കൊല്ലത്ത് കുണ്ടറയിലൊക്കെ മത്സരിക്കുമ്പം കറുത്ത കുറിയുമായിട്ട് നടക്കുന്ന ഉണ്ണിത്താൻ എങ്ങനെയാണ് കാസർഗോഡ് പോയപ്പോ ഈ കുറി മാറ്റി കളഞ്ഞത്? അപ്പൊ ഇവരൊക്കെ തരം പോലെ എന്തും കാണിക്കുന്ന വിശ്വാസത്തെ അതൊരു വിശ്വാസമാണെന്ന് പറയാം. ഒരു എന്താ പറയാ, നമുക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത വിശ്വാസമാണ് ഈ കുറിയൊക്കെ തൊട്ട് നടക്കുന്നത്. പക്ഷെ അത് മായ്ച്ചു കളഞ്ഞ് കൂടോത്രത്തിന് പുറകെ പോകുന്ന ഇത്തരം ജീവികളെ കോൺഗ്രസ്സുകാർ വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ കാണണം. ഇവരാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നതെന്നും ഈ രാജ്യം ഭരിക്കാൻ പോകുന്നവരെ ഇവരെ എങ്ങനെയാണ് ഇനി ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം കൂടെയാണ് ഈ ചർച്ചയുടെ ഇന്നത്തെ വിഷയം. അത് അതിപ്രാധാന്യമുള്ളത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. മധു എന്നൊരു പ്രേക്ഷകൻ കൂടി തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മധു, ഒരു രാജ്യം, നമ്മുടെ ഭരണഘടന വളരെ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ ഒരു പൗരൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം, മാറ്റത്തിന് ശാസ്ത്രബോധം, ശാസ്ത്രാവബോധം വളർത്താൻ. അങ്ങനെ ഒരു രാജ്യത്ത് കൂടോത്രം വരുന്നു. കൂടോത്രം സാധാരണക്കാരല്ല, രാഷ്ട്രീയ നേതൃത്വം കൂടി അതിൻ്റെ ഭാഗഭാക്കാകുന്നു. എന്ത് തോന്നുന്നു ശ്രീ മധു? ഇത് പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഇതില് പ്രതികരിക്കേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതെ, ആസ് എ മീഡിയ നിങ്ങളത് ചെയ്യണം. പക്ഷേ ഒരു കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് മിസ്റ്റർ സുധാകരനോ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് രാജ്മോഹൻ ഉണ്ണിത്താനോ ഇവരൊക്കെ വളരെ വർഷങ്ങളായി രാഷ്ട്രീയത്തിലുള്ള ചിലരൊക്കെ മസിൽ പവറും മൈൻഡ് പവർ ഉള്ളവർ, ചിലർ മൈൻഡ് പവർ മാത്രം ഉപയോഗിക്കുന്നവര്, ഇവരൊക്കെ സമയം ഇതൊക്കെ പുച്ഛിച്ച് തള്ളേണ്ടതാണത്. എവിടെയൊക്കെ വിശ്വാസമുണ്ടോ അവിടെയൊക്കെ ദുർമന്ത്രവാദങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അത് അപ്പാടെ തുടച്ചു നീക്കാനൊന്നും ആർക്കും സാധിക്കില്ല. സോ ലെറ്റ് ഇറ്റ് ഗോ. അത് അതിന്റെ വഴിക്ക് പോട്ടെ. ഇതൊന്നും നമ്മൾ ഇത്രയും കാര്യമായിട്ട് എടുക്കണ്ട. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ ലീഡേഴ്സ്, ഇത് ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ടു, അതിന്റെ വിഷ്വൽസ് ഈ എന്തൊക്കെയോ തുടച്ചെടുക്കണതും കഴുകണതും, പിന്നെ ഇവര് ഈ ഉണ്ണിത്താനും മിസ്റ്റർ സുധാകരനും തമ്മിൽ സംസാരിക്കുന്ന ചില എന്താ പറയാ ഇതൊക്കെ കേട്ടു. അപ്പൊ അതിൽ പറയുന്നത് തടി കിട്ടിയത് തന്നെ ഭാഗ്യമായെന്നൊക്കെ. അപ്പൊ ഇവരൊക്കെ ഇത്രയും വലിയ അന്ധവിശ്വാസികളല്ലേ ഈ പാർട്ടിയെ നയിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ സാഡ്. സത്യത്തിൽ വിഷമം. ഏതായാലും വളരെ നന്ദി ശ്രീ മധു, തൃശ്ശൂരിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. സൂപ്പി വയനാട്ടിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ സൂപ്പി വെള്ളമുണ്ടയിലെ നിന്നാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? യെസ്, നമസ്കാരം. കോൺഗ്രസ് നേതൃത്വം ഇതിനൊരു പ്രതികരണമായി വരുമോ? ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഈ കൂടുതൽ വിഷയം നിർബന്ധമായി ചാനൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ജനങ്ങൾ അറിയണം ഇത്തരം വിശ്വാസികൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പല ആളുകളും ചർച്ച ചെയ്യരുതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഈ കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുള്ള അതാണെന്ന് എന്റെ അഭിപ്രായം. പിന്നെ ഇത് വെച്ച ആള് തന്നെ ഇത് നിർബന്ധമായി പുറത്ത് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നില്ലെങ്കിൽ ഇത് വെച്ച ആള് തന്നെ ഇത് പുറത്ത് വിടുകയും ചെയ്യും എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന്റെ ആൾക്കാരുടെ അഭിപ്രായമായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവർക്കറിയാം ഇത്തരം കാര്യം വേണ്ടാത്തതിനൊക്കെ അവര് ഒറ്റക്കെട്ടാന്നുള്ള UDF എന്ന് പറഞ്ഞിട്ട്. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ്. അഭിലാഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ അഭിലാഷിന് എന്ത് പറയാനുണ്ട്? ശ്രീ അഭിലാഷ്, നമസ്കാരം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തില് നിർമ്മിത ബുദ്ധിയെ കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തില് ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തേണ്ട ഗതികേടിലേക്ക് ഈ നാടിനെ കോൺഗ്രസ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ ശബരിമല കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആചാരങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ആളുകളാണ് ഈ സുധാകരനും ഉണ്ണിത്താനും ഒക്കെ. ഈ രണ്ടുപേരുമാണ് ഇന്ന് അന്ധവിശ്വാസത്തിന്റെ പുറകെ, കൂടോത്രത്തിന് പുറകെ പോകുന്നതായി നാട് കാണുന്നത്. ഇത് നാടിന് വല്ലാത്ത രീതിയിലേക്ക്, കേരളം മുതലുള്ള പ്രബുദ്ധമായി ഈ സംസ്ഥാനത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ കാരണം ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരക്കാരെയൊക്കെ പൊതുസമൂഹം അകറ്റി നിർത്തണം. ഈ കേരളത്തിന്റെ പ്രബുദ്ധ മലയാളികളോട് സുധാകരനും ഉണ്ണിത്താനും മാപ്പ് പറയണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജേഷ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. രാജേഷ്, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാജേഷ്, കേൾക്കാമോ? ശ്രീ രാജേഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂരിൽ കാട്ടൂരിൽ നിന്നാണ്. ശ്രീ രാജേഷിന് എന്ത് തോന്നുന്നു? ഈ കൂടോത്ര വിവാദം കോൺഗ്രസിന് വലിയ തലവേദനയാകുമോ? കോൺഗ്രസിന്റെ കാര്യം പോട്ടെ, കൂടോത്രം അത് വിശ്വാസമുള്ളവർക്ക് ഉണ്ടാവുന്ന വിശ്വാസം ഉണ്ടാവും. ഹലോ,
യെസ്, എനിക്ക് തോന്നുന്നത് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് വളരെ വ്യക്തമാണ്. സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ശ്രീ രാജേഷ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇത് കോൺഗ്രസ് എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്ന വിഷയം പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്തു. കോൺഗ്രസിന് ഇത് ഒരു ഒഴിയാബാധയാണോ ഈ കൂടോത്രം എന്ന് ചോദിക്കുമ്പോൾ അതിൽ 66% ആളുകൾ അത് കോൺഗ്രസിൽ ഒരു ഒഴിയാബാധയായി തുടരുന്നു എന്ന് പറയുന്നു. അതേസമയം 34% ആളുകൾ ഇത് കോൺഗ്രസ്സിന് ഒരു വലിയ വിഷയമായി എടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ആണ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. ഉന്നയിച്ച കാര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ്, മറിച്ച്